കൂട്ടുകാരെ, നമുക്കിന്ന് നൂഡിൽസ് കൊണ്ട് ഒരു നല്ല അടിപൊളി ഒരു സാധനം ഉണ്ടാക്കാം. മുട്ടയും മസാലയൊക്കെ വെച്ചിട്ട് നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോണത്. ഇനി അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. ഇനി നമുക്ക് ആദ്യം ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിതിൽ ഒഴിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് കേട്ടോ മക്കളെ. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് 2 വലിയ ഉള്ളി നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഉള്ളിയും വെളുത്തുള്ളിയും ഉള്ളി വെന്ത് ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ മക്കളെ, ഒന്ന് വാടി കിട്ടിയാൽ മതിയേ. ഇതേപോലെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. അതിന് ഞാനിവിടെ 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് ജീരകപ്പൊടി. ജീരകപ്പൊടി പറഞ്ഞ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്. ഇനി നമുക്ക് ഈ മസാലയ്ക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി മസാലയുടെ പച്ചമണങ്ങൾക്ക് മാറി വരട്ടെ. ഇപ്പം നമ്മുടെ മസാലയുള്ള പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചെറുതായിട്ട് അരിഞ്ഞ ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി തക്കാളിയൊക്കെ ഒന്ന് വെന്ത് നന്നായിട്ട് ഉടഞ്ഞ് വരട്ടെ. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ മക്കളെ. ഇനി നമുക്കിതിൽ ലേശം മല്ലിയില ഇട്ട് കൊടുക്കാം. ഈ മല്ലിയിലയും കൂടി ഒന്ന് നന്നായിട്ട് ഇതിൻ്റെ കൂടെ മിക്സാക്കി ഇളക്കി ഇറക്കി വെക്കാം. ഇനി ഇവിടെ ഞാൻ 5 കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് 2ആയിട്ട് മുറിച്ചെടുക്കുക. ഞാനിവിടെ കോഴിമുട്ട 2 കഷ്ണമായിട്ട് മുറിച്ചിട്ടുള്ളത്, അതായത് പാതി പാതി. ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 4 കഷ്ണമായിട്ട് വരെ മുറിക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ മസാല ഉണ്ടാക്കേണ്ടി വരും. ഇനി നമുക്ക് ഈ നൂഡിൽസ് ഒന്ന് പുഴുങ്ങിയിട്ടെടുക്കാം. അതിന് വേണ്ടി ഞാനിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളത്തിന് അളവൊന്നുമില്ല, അത് വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതെന്തിനാന്ന് ചോദിച്ചാൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഈ നൂഡിൽസ് ഓരോന്നായിട്ട് ഇതിൽ പിറക്കിയിട്ട് കൊടുക്കുക. പൊടിക്കൊന്നും ചെയ്യരുത് കേട്ടോ മക്കളെ, ഇതേപോലെ ഇട്ട് കൊടുക്കുക. നമുക്ക് ആ നൂഡിൽസേ മാല പോലെ കിട്ടണം. അപ്പോഴാണ് നമുക്ക് നമ്മൾ പറഞ്ഞ വെറൈറ്റി സാധനം ഉണ്ടാക്കാൻ പറ്റുക. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മെല്ലെ ഇളക്കിയാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോവുള്ളൂ. കണ്ടില്ലേ നൂല് നൂല് പോലെ വരുന്നത്? നമുക്ക് ഈ നൂലാണ് കിട്ടേണ്ടത്. ഇതിപ്പോൾ നമ്മൾ വെച്ചിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. ആ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് വരട്ടെ. നമുക്കിനി ഇതിൻ്റെ മേലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൊഴുപ്പൊക്കെ അങ്ങ് പോവും. നമ്മുടെ നൂഡിൽസ് ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കാം. ഇതിൽ നമുക്കിനി ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പുള്ള നൂഡിൽസ് ആണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണ്ട. ഉപ്പില്ലാത്തത് കൊണ്ട് നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം. കൈ കൊണ്ട് മിക്സാക്കുമ്പോൾ ഒക്കെ പൊടിയെ, അതുകൊണ്ടാണ് നമ്മൾ സ്പൂണ് കൊണ്ട് മിക്സാക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്.
നമുക്കിനി കോഴിമുട്ടേനെ നൂഡിൽസിൽ പൊതിഞ്ഞെടുക്കാം. നമുക്കിനി കുറച്ച് നൂഡിൽസ് എടുത്ത് ഒരു പാത്രത്തിലേക്ക് വെക്കാം. ഇങ്ങനെ പരത്തി വേണം വെക്കാൻ കേട്ടോ. ഇനി നമുക്ക് ഇതിലൊന്ന് പരത്തി വെച്ച് കൊടുക്കാം നന്നായിട്ട്. ഇനി നമുക്കിതിൽ കുറച്ച് മസാല വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൽ ഈ കോഴിമുട്ട ഇങ്ങനെ കമത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്കിത് പൊതിഞ്ഞെടുക്കാം. ഇതേപോലെ പൊതിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി അടുത്തതും കൂടി എടുക്കാം. അങ്ങനെ നമ്മുടെ നൂഡിൽസിൽ 7 മുട്ടയെ പൊതിയാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാം പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. ഇനി അത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്കിനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതിൽ മെല്ലെ വെച്ച് കൊടുക്കാം. ചെറിയ തീയിൽ വേണം വെച്ച് കൊടുക്കാൻ കേട്ടോ. പുറത്ത് നല്ല കറുമുറാവണം, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ. നമുക്കിനി ഇതൊന്ന് മെല്ലെ മറിച്ച് വെച്ച് കൊടുക്കാം. വാ, ഇപ്പം നമ്മൾ 3 എണ്ണം മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ സൈഡ് കൂടി ഒന്ന് വെന്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ നൂഡിൽസിൻ്റെ 2 സൈഡും വെന്തിട്ടുണ്ട്. അത് ഇനി നമുക്ക് ഓരോന്നായിട്ടിങ്ങനെ എടുക്കാം. ഇതേപോലെ നമുക്ക് എല്ലാതും പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി പതുക്കെ എടുക്കാം. സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാ മുട്ട പൊതിഞ്ഞ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മേലെ കുറച്ച് സോസ് വെച്ച് കൊടുക്കാം. ഇതിൽ ഒരു ഭംഗിക്ക് വേണ്ടി നമുക്ക് ലേശം മല്ലിച്ചപ്പ് വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് നമ്മുടെ അടിപൊളി സാധനം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മക്കൾ സ്കൂൾ വിട്ടൊക്കെ വരുമ്പോഴേ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ എൻ്റെ മക്കളൊക്കെ പിന്നെയും വേണം പറഞ്ഞ് കഴിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.